ബഹുമാനപ്പെട്ട എഴുതിയ സദസ്സിലിരുന്ന പ്രിയപ്പെട്ട ഭാസ്മാഷ, ഞാനൊരു മറ്റേ സ്കൂൾ പഠനകാലം തൊട്ടുള്ള പരിചയം. അധികം ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് തന്നെ ബാലസംഘ രൂപീകരിക്കുന്ന ഞങ്ങളുടെ നാട്ടിൽ ചേർത്ത് വന്ന് കണ്ടപ്പോഴാണ്. അതിന് മുൻപും അദ്ദേഹം അവിടെ വന്നിട്ടുണ്ട്, കുറേ കാലം താമസിച്ചിട്ടുണ്ട്. അന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഞങ്ങളുടെ നാട്ടുകാരനെ പോലെയാണ് ഞാൻ മനസ്സിലായത്. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം യഥാർത്ഥത്തിൽ ഒരു ഓർമ്മപ്പെടുത്തലാണ്. വിയറ്റ്നാം നടത്തിയ പ്രതിരോധം അത് യഥാർത്ഥത്തിൽ ഇന്നും എല്ലായിടത്തും ആവശ്യമായി നിലനിൽക്കുന്ന ഒരു സംഗതി കൂടിയാണ് എന്നാണ് എനിക്ക് പറയാം. കാരണം അവിടെ ഇപ്പോൾ നശിച്ചവരെ കയ്യിൽ നശിപ്പിച്ച് കളയാമെന്ന് കരുതിയ വന്നെങ്കിലും അത് രക്ഷപ്പെടാതെ വന്നപ്പോൾ അവർ ഉപയോഗിച്ച ആയുധങ്ങൾ വളരെ ഭീകരമായ ആയുധങ്ങളാണ്. വെള്ളത്തിലൂടെ ഏജന്റ് ഓറഞ്ച് പോലുള്ള മാരക കീടനാശിനികൾ കൃഷ്ണലായി കലക്കിക്കൊണ്ടു അവരെ കുടിവെള്ളം നശിപ്പിച്ചുകൊണ്ടു ജീവിത അന്തരീക്ഷം ഇല്ലാതാക്കിക്കൊണ്ടുമാണ് അവർ ആ സമരത്തിൽ അവരെ ആ വിയറ്റ്നാം ജനതയെ ക്രൂരമായി ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. ഇത് നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ബഹുരാഷ്ട്ര കുത്തകളിലൂടെയാണെന്ന് മാത്രം. നമ്മളുടെ കാസർഗോഡ് നമുക്കറിയാം, അവിടെ കശുമാവിൻ തോപ്പുകളിൽ ഇതിൻ്റെ പ്രചരണം എന്ന പൂക്കൾ നശിപ്പിച്ചു പോവാതെ അത് കൂടുതൽ കായ് പിടിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന മാലിന്യം എന്ന് പറയുന്നത് ഇതേ സംഗതിയിൽ അതിൻ്റെ ദോഷം നമ്മൾ ഒരുപാട് കണ്ടപ്പോഴാണ് നമ്മളുടെ നാട്ടിലെ കുറേ പ്രതിരോധങ്ങൾ വരികയും അത്തരം സംഗതികൾ കുറേയൊക്കെ ഒഴിവാക്കപ്പെട്ടത്. പക്ഷേ ഇത് എപ്പോഴും സംഭവിക്കാം. അത്തരത്തിലുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ പുസ്തകം എന്നാണ് എനിക്ക് ഈ സാഹചര്യത്തിൽ പറയാനുള്ളൂ. മറ്റൊരു ഞാൻ സംസാരിക്കുന്നില്ല. ദാസ് മാഷിൻ്റെ പുസ്തകം കൂടുതൽ ആളുകൾ വായിക്കട്ടെ. അത്തരം പ്രതിരോധങ്ങൾ എല്ലാവർക്കും വളരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റെല്ലാ ആശംസകളും